ഹായ് ഗൈസ്, ആദർശാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയാലോ, എന്താ പറയുന്നു. സോ ഇന്ന് രാവിലെ എഴുന്നേറ്റു. നമുക്ക് ഓഫീസ് ടൈം വരുന്നത് 9:30 ആണ്. ഞാനൊരു 10 മണിക്കാണ് പോകുന്നത്. സോ രാവിലെ എഴുന്നേറ്റ് നേരെ പോയി പല്ലൊക്കെ തേച്ചു. പല്ല് തേച്ചിട്ട് നേരെ കുളിക്കാൻ പോയി. പിന്നെ കുളിച്ച് നമ്മൾ താടിയിലാണ് ഒരു ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗോഡ്ഫാറ്റ് ബിയേട്ടിൻ്റെ ഒരു ഓയിൽ തേക്കുന്നുണ്ട്. സോ ഇത് തേച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താടി നല്ല സ്മൂത്തായിരിക്കും, പിന്നെ നല്ല ഷൈനിങ് ആയിരിക്കും. ഒരു ഇറിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. സാധനം തേച്ചാൽ സുഖമാണ്, നമ്മുടെ താടിന് ഷൈനായിട്ടിരിക്കും. പിന്നെ ഒരു ഒതുങ്ങി നിന്നോളും, അല്ലാതെ പാറി പറന്ന് നടക്കില്ല. പിന്നെ നിങ്ങൾ ചീവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നിന്നോളും. പിന്നെ ഒരെണ്ണം യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഈ വിഷ്കാറിൻ്റെ ഒരു ഹെയർ ഗ്രോ സിറം. ആക്ച്വലി ഞാൻ യൂസ് ചെയ്യേണ്ട 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി 3 മാസം യൂസ് ചെയ്താൽ ഇതിന് റിസൾട്ട് വരുന്നതാണ് പറയുന്നത്. സോ യൂസ് ചെയ്തിട്ട് ഇത് നല്ലതാണെങ്കിൽ ഞാൻ റിവ്യൂ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. അപ്പം എല്ലാം നമ്മുടെ മോർണിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ അപ്പം ഓഫീസിലോട്ട് ഇറങ്ങുവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓഫീസിലോട്ട് പോകാൻ വേണ്ടി അധികം ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 200-250 മീറ്ററേ ഉള്ളൂ. സോ അധികം നമ്മളൊരു മിനിമം ഒരു 9:20 ഇറങ്ങിയാലും ഓഫീസിൽ എത്തും. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട. സോ 10 മണി കേട്ടോ, വേറെ കാര്യം. ഞാൻ ലൈറ്റിട്ട് പോകുന്നുണ്ട്, ഞാൻ ലൈറ്റിട്ട് തിരിച്ചെത്തുള്ളൂ. സോ ഓഫീസിൽ എത്തി. നമുക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു ആസ് യൂഷ്വൽ. പിറ്റേ ദിവസം രാത്രിത്തെ വർക്കും പിന്നെ രാവിലെ വന്ന കുറച്ച് വർക്കൊക്കെ ഉണ്ടല്ലോ, ഡിസ്പാച്ചിങ് ലോഡിങ് ഒക്കെ ആയിട്ട് അങ്ങനെ രാവിലത്തെ പോയി. പിന്നെ വൈകിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകണമല്ലോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മുടെ അടുത്തൊരു കടയുണ്ട്. അടുത്ത ഒരു 1.5 കിലോമീറ്റർ കൊണ്ട് പോകാൻ വേണ്ടി. സോ ഒരു അപ്പൂപ്പൻ്റെ കടയാണ്. പുള്ളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കടയാണ്. നല്ല നാടൻ ഭക്ഷണം ഒക്കെ ഉണ്ട്. കപ്പ, പൊറോട്ട. അവിടെ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടി ചിക്കൻ കബാബും പിന്നെ ചിക്കൻ മസാല, ബീഫ് മസാല. സോ ഞങ്ങളൊരു ചിക്കൻ കബാബും ചിക്കൻ മസാല എടുത്ത് 2 പൊറോട്ട എടുത്തു. നല്ല ഫുഡായിരുന്നു. പിന്നെ അത് കഴിച്ചപ്പോൾ ഞങ്ങൾ നേരെ വേറെ കടയിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തു. കാരണം നമ്മുടെ റൂമിൻ്റെ മറ്റേ ഫാനിൻ്റെ കപ്പാസിറ്റർ വർക്കാകുന്നില്ല. സോ കപ്പാസിറ്റർ പഠിച്ചു പോയതാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കപ്പാസിറ്റർ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ കുറേ തപ്പി നടന്ന് ഒരു കപ്പാസിറ്റർ കിട്ടി. ഒരു കടയിൽ കയറി കപ്പാസിറ്റർ മേടിച്ചു. നേരെ തിരിച്ച് ഓഫീസിലോട്ട് വന്നു. ഓഫീസ് വന്നപ്പം സമയമായിട്ട് അടുത്ത പണി പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും പണി കിട്ടുമല്ലോ. പണി കിട്ടി, അത് കംപ്ലീറ്റ് ചെയ്ത് നേരെ സിസ്റ്റം ഓഫാക്കി ഞങ്ങൾ എന്നാൽ നേരെ വീട്ടിലോട്ട് പോകാം എന്ന് പ്ലാൻ ചെയ്തു. നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയി. അപ്പം പോകുന്ന വഴിക്ക് വൈകിട്ട് എന്തുണ്ടാക്കണം, പുറത്തുനിന്ന് മേടിക്കണോ എന്നുള്ള ചർച്ചയിലായിരുന്നു. എന്നാൽ ശരി, എന്നാൽ അതിനൊക്കെ ലൈറ്റായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം എന്ന് പതില നേരത്തെ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നേരെ വീടെത്തി വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ഫ്രഷപ്പായിട്ട് നേരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. നമ്മൾ കുക്കിംഗ് ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു മുട്ടത്തോരനും പിന്നെ ടച്ചിങ്സ് കുറച്ച് എന്താ പറയണ്ടേ, മാഗിയുടെ ടച്ചിങ്സ് ഇട്ട് ഈ മുട്ടത്തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ സിറം തലയിൽ തേച്ചു. കാരണം ഞാൻ ഇത് രാവിലെയും വൈകിട്ടുമാണ് തേക്കുന്നത്. കാരണം 2 നേരം തേച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും അവർ പറയുന്നത്. സോ തേച്ച് നോക്കിയിട്ട് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല. ആസ് യൂഷ്വൽ 1 മന്ത് ആയുള്ളൂ. അപ്പം ടൈം കാണുമല്ലോ. 1 മാസമായിട്ട് 3 മാസമായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ട്. നല്ലതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നേരത്തെ ഒരു റിവ്യൂവിനെ തരും. അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം ബൈ ഗൈസ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.